പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള UDFന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തുവിട്ടു. കഴിഞ്ഞ കുറച്ച് ഘട്ടങ്ങളിലായിട്ട് നടന്ന സർവേകളെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 5 മണ്ഡലങ്ങളുമായി 5ഓളം സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആദ്യം മുതലേ തന്നെ ഉയർന്നു വന്നിരുന്ന പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. എന്നാൽ അതേസമയം തന്നെ ഇത്തവണത്തെ സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും പുറമെ മറ്റ് ചില പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേലക്കരയിലാണെങ്കിലും രമ്യ ഹരിദാസിന്റെ പേര് ആദ്യമേ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ രമ്യ ഹരിദാസിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ മറ്റ് ചില പേരുകൾ കൂടി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പട്ടിക പരിശോധിക്കുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, P സരിൻ, സുമേഷ് അച്യുതൻ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രമ്യ ഹരിദാസ്, KA തുളസി, VP സജീന്ദ്രൻ, NK സുധീർ എന്നിവരാണ് ചേലക്കരയിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മുൻപേ തന്നെ നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും യുവാക്കൾക്ക് പരിഗണന നൽകണമെന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് തുടക്കം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ അതേസമയം തന്നെ VT ബൽറാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേരും ഇപ്പോൾ പാലക്കാട് ഉയർന്നു കേൾക്കുന്നുണ്ട്. VT ബൽറാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാലക്കാട് ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ള വിലയിരുത്തലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. KPCCയുടെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ തലവനാണ് P സരിൻ. P സരിന്റെ പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. ആ സാധ്യതാ പട്ടികയിലും P സരിന്റെ പേര് ഉയർന്നു തന്നെ കേട്ടതാണ്. എന്നാൽ അതേസമയം തന്നെ K അച്യുതൻ MLAയുടെ മകനായ സുമേഷ് അച്യുതനും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഏറുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. ഷാഫി പറമ്പിൽ വിട്ടുകൊടുത്ത മണ്ഡലമായതുകൊണ്ട് തന്നെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഷാഫി പറമ്പിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നേറുക. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കരയിൽ രമ്യ ഹരിദാസ് ആയിരിക്കും മത്സരിക്കുക എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ചേലക്കരയിലും ഇത്തവണ ഒരുപാട് പേർ ഇടം പിടിച്ചിട്ടുണ്ട്. ചേലക്കര ഇടതുപക്ഷ മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ജനവിധി പരിശോധിക്കുമ്പോൾ, അതായത് ചേലക്കര ലോക്സഭാ മണ്ഡലത്തിലെ ജനവിധി പരിശോധിക്കുമ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂല ജനവിധി ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലിനാണ്. എന്നാൽ അതേസമയം തന്നെ രമ്യ ഹരിദാസിനെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ രമ്യ ഹരിദാസിന് എതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന്റെ പേര് തന്നെ വന്നതിൽ വലിയ തരത്തിലുള്ള അമർഷം പാർട്ടികൾക്കിടയിൽ നിന്നും അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയസാധ്യത മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് കണക്കിലെടുക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും രമ്യ ഹരിദാസിന് തന്നെ ചേലക്കരയിൽ അവസരമൊരുക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പേരുകൾ പരിശോധിക്കുമ്പോൾ KA തുളസി, VP സജീന്ദ്രൻ, NK സുധീർ എന്നീ പേരുകളാണ് മറ്റ് പേരുകളായി കാണാൻ സാധിക്കുന്നത്. എല്ലാവരിലേക്കാളും അനുകൂല സാഹചര്യം നിൽക്കുന്നത് രമ്യ ഹരിദാസിന് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. ഈ അനുകൂല സാഹചര്യം ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം എന്തു തന്നെയാണെങ്കിലും തള്ളിക്കളയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരമായി എത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് എന്ന് ആദ്യമേ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അടുത്ത വെല്ലുവിളി എന്നത് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ അധിക വോട്ട് നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, അതായത് ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം 2 മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കൃത്യമായി പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അടുത്തയാഴ്ച വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളൊരു കടമ്പ കൂടി മാത്രമാണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ളത്. മറ്റെല്ലാ തരത്തിലുള്ള സംഘടനാ സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടന്നു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂല സാഹചര്യമാക്കി കൊടുക്കുക എന്ന വലിയൊരു കടമ്പ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വയനാടിനെ സംബന്ധിച്ച് ഇനി തീർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വയനാട്ടിൽ വലിയ തരത്തിലുള്ള ഒരു കോളിളക്കം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 2019 രാഹുൽ തരംഗം എന്ന പോലെ 2024 ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രിയങ്ക തരംഗവും കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രിയങ്ക തരംഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാം തന്നെ ഒരു ഗുണം ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് കൊയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ അണിയറ നീക്കങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സജീവമായി നടക്കുന്നുണ്ട്. ബാക്കി ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന 2 മുന്നണികളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ BJPയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ശക്തമായ നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോർ കമ്മിറ്റിയും അതിനുള്ള ചർച്ചകളെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. BJPയെ സംബന്ധിച്ചും A+ മണ്ഡലം തന്നെയാണ് BJPക്ക് പാലക്കാട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. BJPയെ സംബന്ധിച്ചൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് K സുരേന്ദ്രനോ അഥവാ ശോഭാ സുരേന്ദ്രനോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 പേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ K സുരേന്ദ്രൻ തന്നെയായിരിക്കാം മത്സരിക്കാൻ സാധ്യത എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ K സുരേന്ദ്രനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയായിരിക്കും. BJPയെ
സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സമവാക്യത്തിലെല്ലാം തന്നെ വലിയ മാറ്റം കൊണ്ടുവന്ന BJPക്ക് ഈ ഉപതെരഞ്ഞെടുപ്പും ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് പാലക്കാടിനെ സംബന്ധിച്ച് BJPയും കോൺഗ്രസും കരുത്തരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും തങ്ങൾ തീർച്ചയായിട്ടും തങ്ങളുടെ മികവ് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ മുന്നേറ്റവും ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ CPM-നെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സാധ്യതാ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ശേഖരിച്ചും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കര സ്വാഭാവികമായിട്ടും CPM-ന്റെ A+ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ചേലക്കര നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ CPM-ന് ഏറെ പ്രതീക്ഷയുണ്ട് ചേലക്കര മണ്ഡലത്തിൽ എന്നുള്ളതും കാണാൻ സാധിക്കും. വയനാട്ടിൽ മാത്രമാണ് കോൺഗ്രസ് വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള തേരോട്ടം തുടങ്ങിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ശക്തമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ മുന്നണികളെല്ലാം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് കാണാം. കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് സാധ്യതാ പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന് കാണാൻ സാധിക്കും. പതിയെ തന്നെ BJPയുടെയും CPM-ന്റെയും സാധ്യതാ പട്ടിക പുറത്തുവരും. ഒരാഴ്ചക്കകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പുറത്തുവരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും എല്ലാ മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുക.